ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി മൈദപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഈ ഒരു പാത്രം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടിയിലേക്ക് ഈ ഒരു പാത്രത്തിന് മൈദ എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ 2 മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ടയിൽ 2 കുഞ്ചിയുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പത്തിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മക്കളൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുട്ടയും നമ്മുടെ മൈദപ്പൊടിയും നമ്മുടെ ഉപ്പും എല്ലാം കൂടിയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് വേവിക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. രാവിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചായക്കടിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്ക് തന്നെ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ലേശം ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മുട്ട നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്